എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ടാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിയോടെ കേരള വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കും. റിസൾട്ട് പ്രഖ്യാപിച്ച് ഏകദേശം 4 മണിയോടെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് kerala.results.nic.in അതുപോലെ തന്നെ dhsc.kerala.gov.in, result.kite.kerala.gov.in, സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വഴി വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +2 പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് kerala.results.nic.in എന്ന വെബ്സൈറ്റാണ്. റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ DHSC റിസൾട്ട്സ് 2024, VHSC റിസൾട്ട്സ് 2024, DHSC NSQF റിസൾട്ട് 2024 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് 3 ലിങ്കുകൾ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏതാണ് റിസൾട്ട് അറിയേണ്ടത്, DHSC ആണോ അല്ലെങ്കിൽ VHSC ആണോ, ഏതാണ് അറിയേണ്ടത്, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങളുടെ റോൾ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും നൽകാനായിട്ടുള്ള പേജ് വരും. അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ റിസൾട്ടിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് നൽകിയതായിട്ട് കാണാം. അതുപോലെ തന്നെ ടോട്ടൽ മാർക്ക്, ഈ 2 വർഷത്തെ കൂട്ടിയുള്ള ടോട്ടൽ മാർക്കും സെപ്പറേറ്റ് ആയിട്ട് നൽകിയത് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ആ ഒരു റിസൾട്ടിൽ നിങ്ങൾക്ക് ഓരോ വിഭാഗത്തിലും, അതായത് നിങ്ങളുടെ എഴുത്ത് പരീക്ഷയിലും അതുപോലെ പ്രാക്ടിക്കൽ പരീക്ഷയിലും അതുപോലെ CE മാർക്കും അതുപോലെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്കും സെപ്പറേറ്റ് ആയിട്ട് അതായത് ഓരോ വർഷത്തെ ആ ഒരു ഡിവൈഡ് ചെയ്ത ആ ഒരു മാർക്കിനിടയിലായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നൽകിയതും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് നോക്കുന്നതിനായിട്ട് സൈഡിലായിട്ട് ഇതുപോലെ നിങ്ങൾക്കൊരു സിമ്പിൾ കാണാം. ആ ഒരു സിമ്പിളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്കൂൾ കോഡ് നൽകിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് സാധാരണഗതിയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവാറ്. കാരണം ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഈ ഒരു ഭാഗത്ത് സ്കൂൾ കോഡിൻ്റെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജ് കാണാൻ സാധിക്കുമെങ്കിലും സ്കൂൾ കോഡ് നൽകുന്ന സമയത്ത് ആ ഒരു റിസൾട്ട് ലഭ്യമാവാറില്ല, അതായത് സ്കൂൾ വൈസ് റിസൾട്ട് ലഭ്യമാവാറില്ല. അപ്പോൾ ഇത്തവണ ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് VHSCയുടെ റിസൾട്ട് കിട്ടുമോ എന്ന് അറിയില്ല. ഹയർ സെക്കൻഡറിയുടേത് ഓൾറെഡി ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് നൽകാറുണ്ട്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടേതാണെങ്കിൽ അത് നിങ്ങൾ പഠിച്ച സ്കൂളിൽ മാത്രമാണ് ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. അതുപോലെ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 36 48 മാർക്കുമാണ്. 2 വർഷത്തെ ആ ഒരു TE മാർക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 48 അല്ലെങ്കിൽ 36 മാർക്ക് നേടിയാൽ നിങ്ങൾ ജയിക്കുന്നതായിരിക്കും. അതായത് 60 മാർക്ക് വിഷയത്തിൽ 2 വർഷം കൂടി ജയിക്കാനായിട്ട് 36, അതുപോലെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 48 മാർക്കുമാണ് 2 വർഷം കൂടി TE മാർക്കിനത്തിൽ ജയിക്കാൻ വേണ്ടത്. അതിൽ മാർക്ക് കുറയുന്നവർക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മിനിമം ഈ ഒരു രീതിയിൽ മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് +2 പാസ്സാവുകയുള്ളൂ. അഥവാ നിങ്ങൾ ഫെയിൽഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ +2 സേ പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സേ പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് 175 രൂപയും അതുപോലെ 40 രൂപയുമാണ് സർട്ടിഫിക്കറ്റ് ഫീസ്. ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ റെഗുലർ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട്. അതിന് 500 രൂപയും അതുപോലെ തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.